അങ്ങനെ നമ്മുടെ അഞ്ജലി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ശ്യാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അശ്വിനും അഞ്ജലിയും ചേർന്നിട്ടാണ് പുറത്താക്കുന്നത്. ആ സമയത്ത് താങ്ങായി അശ്വിൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആകെ സമനില തെറ്റിയതുപോലുള്ള അവസ്ഥയിലാണ് അഞ്ജലി ഉള്ളത്. അങ്ങനെ അഞ്ജലി ആ ഒരു സമനില തെറ്റിയ അവസ്ഥയിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് തൻ്റെ കുഞ്ഞിനെ കളയാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടറും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതെന്താ അഞ്ജലി ഇപ്പോൾ അങ്ങനെയൊരു തീരുമാനം, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നീ എത്ര പ്രാർത്ഥനയോടുകൂടെ നടന്നതാണ് എന്നുള്ളത് അറിയാമോ? ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമല്ലേ നിനക്ക് ഈ ഒരു കുഞ്ഞിനെ കിട്ടിയത്, എന്നിട്ട് എന്താ ഇങ്ങനെ പറയുന്നത്, നീ എന്താ ആകെ ഡിപ്രഷനിലാണല്ലോ, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടി കരയാണ് അഞ്ജലി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അത് ശരി, അവനൊരു ഫ്രോഡാണെന്ന് കരുതിയിട്ട് നീ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണോ വേണ്ടത്? ആ കുഞ്ഞിന് നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് ജന്മം നൽകിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നിനക്ക് താങ്ങായിട്ട് നിർത്തല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് അയാളെ പോലുള്ള നീചനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരാളുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ അഞ്ജലി ഉറപ്പിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് താൻ കുറച്ച് നേരം ഒന്ന് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ആലോചിക്കുക, എനിക്ക് അത്യാവശ്യം ചില ജോലികളൊക്കെ ഉണ്ട്, അത് തീർത്തത് ഞാൻ പെട്ടെന്ന് വരാം, അത് എന്നിട്ടും നിൻ്റെ തീരുമാനം അതെന്നാണെങ്കിൽ ഞാൻ മുന്നോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഡോക്ടർ പോയ സമയത്തും ആകെ ഡിപ്രഷനിൽ നിൽക്കണം അഞ്ജലി. അങ്ങനെ ആ സമയത്താണ് തൻ്റെ മുന്നിൽ ആ ഡോക്ടറുടെ കത്രികയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ അത് എടുത്തിട്ട് തൻ്റെ വയറ്റിലേക്ക് ആഞ്ഞു കുത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്.